ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. മൈക്രോവേവ് സർക്കുലേറ്റേഴ്സ് ആണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണുന്നത്. സോ ഒരു മൈക്രോവേവ് സർക്കുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിലിപ്പം 4 പോർട്സിൻ്റെ സർക്കുലേറ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര പോർട്സുകൾ വേണമെങ്കിലും സർക്കുലേറ്ററിൽ കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 3 and 4 പോർട്സ് സർക്കുലേറ്റേഴ്സ് ആണ്. സോ ഇവിടെ നമുക്കൊരു 4 പോർട്ട് സർക്കുലേറ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. ദിസ് ഇസ് എ സർക്കുലേറ്റർ. ഇതൊരു 3 പോർട്ട് സർക്കുലേറ്റർ ആണ്, ഇതൊരു 4 പോർട്ട് സർക്കുലേറ്റർ ആണ്. സോ ഈ സർക്കുലേറ്റർ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. So a microwave circulator is a multi-port waveguide junction in which the wave can flow only from nth port to n+1th port in one direction. അതായത് നമുക്കിപ്പോൾ എത്ര പോർട്സ് ഉണ്ടെങ്കിലും അതിലെ nth പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത n+1th പോർട്ടിലേക്ക് മാത്രം ഫ്ലോ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് microwave circulator എന്ന് പറയുന്നത്. Although there is no restriction in the number of ports, the 4-port microwave circulator is most common. So 4 port ആണ് നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്കുലേറ്റർ. One type of 4-port microwave circulator is a combination of two 3 dB side hole directional coupler and a rectangular waveguide with two non-reciprocal ഫേസ് ഷിഫ്റ്റേഴ്സ്. സോ ഇതെന്താണെന്നുള്ളത് നമുക്ക് കമ്മിങ് സ്ലൈഡ്സിൽ കാണാം. സോ ഒരു സർക്കുലേറ്റർ, ഒരു 4 പോർട്ട് സർക്കുലേറ്ററിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതൊരു ഡയറക്ഷണൽ കപ്ലറിൻ്റെയും അതുപോലെ തന്നെ റെക്ടാങ്കുലർ വേവ് ഗൈഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്കത് വരുന്നത്. വെൻ എ വേവ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ പോർട്ട് 1, ദ വേവ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 കോമ്പണൻസ് ബൈ കപ്ലർ 1. സോ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഇടയിലൊരു ഫേസ് ഷിഫ്റ്ററാണ് നമുക്കവിടെ വരുന്നത്. പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 ആൻഡ് പോർട്ട് 4. ഇതിൽ 1 and 2 എന്ന് പറയുന്നത് പ്രൈമറി ഗൈഡും 3 and 4 എന്ന് പറയുന്നത് സെക്കൻഡറി ഗൈഡുമായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദ വേവ് ഇൻ ദ പ്രൈമറി ഗൈഡ് അറൈവ് അറ്റ് പോർട്ട് 2 വിത്ത് റിലേറ്റീവ് ഫേസ് ചേഞ്ചസ് ഓഫ് 180 ഡിഗ്രി. സോ പോർട്ട് 1 നിന്ന് പോർട്ട് 2ലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് വരുന്നത്. സോ ഇതിൽ തന്നെ നമ്മൾ ഡയറക്ഷണൽ കപ്ലറിൽ കണ്ട പോലെ തന്നെ പോർട്ട് 1 നിന്ന് വരുന്ന സിഗ്നലിൻ്റെ ഒരു പാർട്ട് ഈ ഹോളിലൂടെ പോവും ആൻഡ് ഇത് ഒന്ന് ഇങ്ങനെയും പോവും, അതുപോലെ തന്നെ അത് തിരിച്ച് 4ലേക്കും പോവും. ദ സെക്കൻഡ് വേവ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ 2 couplers ആൻഡ് ദ സെക്കൻഡറി ഗൈഡ് ആൻഡ് അറൈവ് അറ്റ് പോർട്ട് 2 വിത്ത് എ റിലേറ്റീവ് ഫേസ് ഷിഫ്റ്റ് 180 degree. Since the two waves reaching port 2 are in phase, the power transmission is obtained from 1 to 2. അതായത് ഇവിടുന്ന് വരുന്ന ഒരു 180 ഡിഗ്രി ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 90 ഡിഗ്രി കിട്ടും, ഇവിടുന്ന് ഒരു 90 ഡിഗ്രി കിട്ടും. ഈ ഒരു സിഗ്നലും ഉണ്ടാവും. സോ പോർട്ട് 2ലേക്ക് നമുക്ക് ഈ ഫേസ് ഷിഫ്റ്റ് ഇല്ലാത്ത 180 ഡിഗ്രിയിലുള്ള സിഗ്നൽസുകളാണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോർട്ട് 1 നിന്ന് 2ലേക്ക് ഒരു ട്രാൻസ്മിഷൻ അവിടെ സംഭവിക്കും. Okay, the wave propagate through the primary guide, phase shifters and couple 2 and arrive at port 4 with phase shiftage 270 degree. So port 4ൽ എത്തുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ഇങ്ങനെ വന്നിട്ട് വരുന്ന സിഗ്നൽ ഉണ്ട്, അതുപോലെ തന്നെ ഈ 90 വരുന്ന സിഗ്നൽ ഉണ്ട്. ഈ എല്ലാ ഫേസ് ഷിഫ്റ്റും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് വരുന്നത്. The wave travel through coupler 1 and secondary guide and it arrives at port 4 with a phase shift 90 degree. So നമുക്ക് ഈ ഒരു വേവ് വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അനദർ വേവ് ഇവിടുന്ന് വരുന്നുണ്ട്, അതിന് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് വരുന്നത്. സിൻസ് ദ 2 waves reaching at port 4 are out of phase by 180 degree, the power transmission from port 1 to 4 is 0. സോ ഇവിടെ നമുക്ക് 2 ഡിഫറെൻറ്റ് ഫേസ് ഷിഫ്റ്റ് ആണ് ആൻഡ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്കത് ക്യാൻസൽ ആയി. സോ അതേപോലെ തന്നെ ദ ഡിഫറൻഷ്യൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ω1 - ω3 എന്ന് പറയുന്നത് 2m+1 × π ആണ്. അതുപോലെ ഒമേഗ ഡിഫറൻസ് എന്ന് പറയുന്നത് 2nπ ആണ്, വേർ m and n ആർ ഇൻറ്റിജേഴ്സ്. സോ ഇങ്ങനെയാണ് ഈ സർക്കുലേറ്ററിനകത്ത് വേവ് ട്രാവൽ ചെയ്യുക. നമുക്ക് ഈ പോർട്ട് 1ൽ കൊടുക്കുന്നത് 2ലേക്കാണ് നമുക്ക് അവിടെ കിട്ടുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്യാൻസലായി പോകുന്നതുകൊണ്ട് തന്നെ
N+1 പോർട്ടിലേക്കുള്ള ട്രാൻസ്മിഷനാണ് എപ്പോഴും അവിടെ സംഭവിക്കുക. സോ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു 2 മാജിക് ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സർക്കുലേറ്ററിൻ്റെ വർക്കിംഗ് പറയാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു മാജിക് ടീ ഉണ്ട്, ഇവിടെ അനദർ മാജിക് ടീ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്ററും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 പോർട്ട് സർക്കുലേറ്റർ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഓഫ് 2 മാജിക് ടീസ് ആൻഡ് എ ഫേസ് ഷിഫ്റ്റർ. ഞാൻ പറഞ്ഞ പോലെ 2 മാജിക് ടീയും ഒരു ഫേസ് ഷിഫ്റ്ററും യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്കുലേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻസ് പറയാം. സോ ഇവിടെ നമുക്ക് ഫേസ് ഷിഫ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് നമുക്കവിടെ കൊടുക്കുന്നത്. കൺസിഡർ എ വേവ് ഇൻസിഡൻറ്റ് ഓൺ പോർട്ട് 1. ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 2 വേസ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്. നമുക്കറിയാം, ഒരു മാജിക് ടീയിൽ ഈ പോർട്ട് 1 ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ബിയിലും ഡിയിലും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഈ 1ലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ആ വേവ് ഈക്വലി ഈ ബിയിലും ഡിയിലും ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇറ്റ് റീച്ചസ് എ ആൻഡ് സി വിത്ത് സെയിം ഫേസ് ആൻഡ് എമർജ് ഔട്ട് ത്രൂ ദ ആഡർ ആം ഓഫ് ഫസ്റ്റ് മാജിക് ടീ. സോ നമുക്ക് ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോഴാണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫേസ് ഷിഫ്റ്റ് ഇല്ല. സോ ഈ സിഗ്നൽ ഇവിടെ നിങ്ങൾ വന്ന് എയിൽ വരുന്നു, ഈ ഡി എന്നുള്ള സിഗ്നൽ ഇങ്ങനെ വന്നിട്ട് സിയിൽ വരുന്നു. ഈ എയിലും സിയിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംഭവിക്കുന്നത് എന്താ, ഇത് രണ്ടും കൂടെ വന്നിട്ട് നമുക്കറിയാം മാജിക് ടീയിൽ ഈ എയിലും സിയിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കതിൻ്റെ ആഡ് ചെയ്തിട്ടുള്ള സിഗ്നൽ കിട്ടും. സോ ഇവിടെ നമുക്ക് ആഡഡ് സിഗ്നൽ പോർട്ട് 2 കിട്ടും. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താ നമുക്ക് മനസ്സിലായി, 1 കൊടുക്കുന്നത് ഇങ്ങനെ വന്നിട്ട് രണ്ടും കൂടെ കമ്പൈൻ ആയിട്ട് 2 നമുക്ക് കിട്ടും. ഇനി നമ്മൾ സപ്പോസ് 2 ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ 2 നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക, ഇവിടുന്ന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയിലും സിയിലും ആ സിഗ്നൽ ഡിവൈഡ് ചെയ്ത് പോകും. ദ ഇൻസിഡൻറ്റ് വേവ് ഇൻ പോർട്ട് 2 വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2 which arrives at and D with 180 degree phase shift. സോ ഇവിടുന്ന് ഈ സിഗ്നൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സിഗ്നലിനൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. സി എന്ന് പറയുന്ന സിഗ്നൽ ഇങ്ങനെ ഡിയിലേക്ക് ഡയറക്റ്റ് വരും. സോ നമുക്ക് ഡിയിലും ബിയിലും തിരിച്ചു വരുന്ന ഈ സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, പോർട്ട് 1 ഒന്നും കിട്ടില്ല. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഈ ഒരു സർക്കുലേറ്ററിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊടുത്തപ്പോൾ 2 കിട്ടി, പക്ഷേ 2 നമുക്ക് കൊടുത്തപ്പം അത് 1 കിട്ടുന്നത്, അവിടെ നമുക്ക് ക്യാൻസൽ ആയിട്ടാണ്. സോ നമ്മൾ മാജിക് ടീ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ 2 ആമിൽ നമുക്ക് ഇവിടുന്ന് വരുന്നത് എന്ന് വരുന്ന 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ്, സിന്ന് വരുന്നത് ഫേസ് ഷിഫ്റ്റ് ഇല്ലാതെയാണ് വരുന്നത്. സോ ഫേസ് ഷിഫ്റ്റ് ഉള്ള 2 സിഗ്നൽസുകൾ തമ്മിൽ മാജിക് ടീയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ 1 നമുക്ക് 0 ആയിരിക്കും, പക്ഷേ ഔട്ട്പുട്ടിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അത് നമ്മൾ മാജിക് ടീയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ 2 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്, നമുക്ക് 3 ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതേപോലെ തന്നെയായിരിക്കും നമ്മൾ 3 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക 4 ഓക്കെ, സോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പോർട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് പോർട്ട് 2 കിട്ടും, പോർട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും, 3 കൊടുത്തു കഴിഞ്ഞാൽ അത് 4 കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് 1 സോ ഇങ്ങനെയുള്ള ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും നമുക്ക് ആ ഒരു സിഗ്നൽ ട്രാവലിംഗ് ഉണ്ടാവുക. എ പെർഫെക്റ്റ്ലി മാച്ച്ഡ് ലോസ്ലെസ് ആൻഡ് നോൺ റെസിപ്രോക്കൽ 4 പോർട്ട് സർക്കുലേറ്റർ ഹാസ്. സോ ഈ സർക്കുലേറ്ററിൻ്റെ എസ് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുക. സോ ജസ്റ്റ് ഇത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമുക്കിതിന് ഫസ്റ്റ് 1 എവിടെയും ബാക്കിയുള്ള 1 ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ എസ് മെട്രിക്സ് ഓഫ് സർക്കുലേറ്റർ. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.